കിങ്സിനെതിരായ മത്സരത്തിൽ ജയിച്ചിരുന്നെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് പ്ലേ ഓഫ് ഉറപ്പിക്കാമായിരുന്നു. എന്നാൽ ചെപ്പോക്കിൽ നടന്ന മത്സരത്തിൽ 5 വിക്കറ്റിന് ചെന്നൈ ജയിക്കുകയാണ് ഉണ്ടായത്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാന് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 141 റൺസ് എടുക്കാനാണ് സാധിച്ചത്. മറുപടി ബാറ്റിംഗിൽ ആതിഥേയർ 18.2 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് നടന്ന കളിയിൽ ഋതുരാജ് നയിച്ച ചെന്നൈ സൂപ്പർ കിങ്സിനോട് 5 വിക്കറ്റിനാണ് റോയൽസ് തോറ്റത്. ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന പോരാട്ടത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത റോയൽസ് നിശ്ചിത 20 ഓവറിൽ 141/5 എന്ന സ്കോർ നേടിയപ്പോൾ ചെന്നൈ 18.2 ഓവറുകളിൽ ലക്ഷ്യം മറികടന്നു. രാജസ്ഥാൻ റോയൽസിന്റെയും ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെയും തന്ത്രങ്ങളെല്ലാം പാളുന്നതാണ് ചെന്നൈക്കെതിരെ കണ്ടത്. തൊട്ടതെല്ലാം അവർക്ക് പിഴച്ചു. തോൽവിക്ക് ശേഷം സംസാരിക്കവേ തങ്ങൾക്ക് സംഭവിച്ച ചില തെറ്റായ കണക്കുകൂട്ടലുകളെക്കുറിച്ച് മനസ്സ് തുറന്ന് സഞ്ജു സാംസൺ ടീമിലെ സഹതാരങ്ങൾക്ക് ഒരു സന്ദേശവും നൽകി. ഇങ്ങനെയായിരുന്നു സഞ്ജുവിന്റെ വാക്കുകൾ. മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനുള്ള സഞ്ജു സാംസണിന്റെ തീരുമാനം പാളുകയായിരുന്നു. മത്സരത്തിൽ ടോസ് നേടിയിട്ടും രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചുവെന്ന് പറയുകയായിരുന്നു സഞ്ജു. സ്ലോ വിക്കറ്റ് ആയിരുന്നു. പന്തിന്റെ വേഗം മനസ്സിലാക്കുക ബുദ്ധിമുട്ടുള്ള കാര്യവുമായിരുന്നു. പവർ പ്ലേക്ക് ശേഷവും 170 റൺ സ്കോർ പ്രതീക്ഷിച്ചു. എന്നാൽ 20-25 പിറകിലായിരുന്നു ടീം. സിമാർജീത് സിംഗ് നന്നായി പന്തെറിഞ്ഞു. എവേ ഗ്രൗണ്ടുകളിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ ധാരണ കുറവുണ്ടായി. ആദ്യം ബാറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾ കരുതിയെന്നും സഞ്ജു പറഞ്ഞു. ചെന്നൈ നന്നായി കളിച്ചുവെന്നും സഞ്ജു കൂട്ടിച്ചേർത്തിരുന്നു. ചെന്നൈയിലെ സാഹചര്യങ്ങൾ അവർക്ക് ഞങ്ങളെക്കാൾ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. കടുത്ത വേനലിൽ പിച്ച് ചൂടാകുന്നതിനാൽ രണ്ടാം ഇന്നിംഗ്സിൽ വിക്കറ്റ് വേഗത കുറയുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ വിക്കറ്റ് മികച്ചതാവുകയാണ് ചെയ്തത്. രാത്രിയാണ് മത്സരമെങ്കിൽ ഈർപ്പം കാരണം സ്കോർ പിന്തുടരുന്നത് പ്രശ്നമാവില്ല. അടുത്ത മത്സരം ജയിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. യോഗ്യതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്. എന്നാൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് ടീമംഗങ്ങളോട് പറയാനുള്ളതെന്നും സഞ്ജു മത്സരശേഷം വ്യക്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്യുന്നതാണ് മികച്ച ഓപ്ഷൻ എന്ന് കരുതിയതിനാൽ അങ്ങനെ തീരുമാനം എടുക്കുകയായിരുന്നുവെന്നാണ് കളിക്ക് ശേഷം സഞ്ജു പറഞ്ഞത്. വിക്കറ്റ് വേഗത കുറഞ്ഞതാണെന്ന് പവർ പ്ലേക്ക് ശേഷം മനസ്സിലായി. പവർ പ്ലേക്ക് ശേഷം ഞങ്ങൾ പ്രതീക്ഷിച്ച സ്കോർ 170 ആയിരുന്നു. 20-25 റൺസ് കുറവാണ് ഞങ്ങൾ നേടിയത്. സിമർജിത് സിംഗ് നന്നായി പന്തെറിഞ്ഞു. എവേ മത്സരങ്ങളിൽ പിച്ചിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പില്ല. ആദ്യം ബാറ്റ് ചെയ്യുന്നതാണ് മികച്ച ഓപ്ഷൻ എന്ന് ഞങ്ങൾ കരുതി. രണ്ടാം ഇന്നിംഗ്സിലും വിക്കറ്റ് പതുക്കെയാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചതായും സഞ്ജു പറഞ്ഞു. ചെന്നൈക്കെതിരായ കളിയിൽ വിജയിച്ചിരുന്നെങ്കിൽ 2 മത്സരം ബാക്കി നിൽക്കെ പ്ലേ ഓഫ് യോഗ്യത ഉറപ്പിക്കാൻ രാജസ്ഥാൻ റോയൽസിന് കഴിയുമായിരുന്നു. എന്നാൽ തോൽവിയോടെ പ്ലേ ഓഫിലെത്താനുള്ള അവരുടെ കാത്തിരിപ്പ് നീളുകയാണ്. ചെന്നൈക്കെതിരായ മത്സരത്തിന് ശേഷം സംസാരിക്കവേ തന്റെ ടീമംഗങ്ങളോടായി ഒരു സുപ്രധാന സന്ദേശവും സഞ്ജു നൽകി. നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കണമെന്നും ഇപ്പോഴത്തെ പ്രക്രിയയിൽ ശ്രദ്ധ ചെലുത്തണമെന്നുമാണ് സഞ്ജു പറഞ്ഞത്. പ്ലേ ഓഫ് യോഗ്യതയെക്കുറിച്ച് ചിന്തിക്കുന്നത് സാധാരണമാണ്. എന്നാൽ നമ്മുടെ കയ്യിലുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. എന്റെ സഹതാരങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അടുത്ത കളികളിൽ ജയിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സഞ്ജു പറഞ്ഞു നിർത്തി. പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്തേക്ക് കയറിയ ചെന്നൈ പ്ലേ ഓഫ് പ്രതീക്ഷകൾ കൂടുതൽ സജീവമാക്കി. തുടർച്ചയായ 3 മത്സരങ്ങൾ തോറ്റ രാജസ്ഥാന് പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനക്കാരായി ലീഗ് ഘട്ടം അവസാനിക്കുന്നത് ദുഷ്കരമായി. നിലവിൽ 1ാം സ്ഥാനത്തുള്ള കൊൽക്കത്ത അടുത്ത മത്സരങ്ങളിൽ പരാജയപ്പെടുകയും രാജസ്ഥാൻ വിജയിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ സഞ്ജുവിനും സംഘത്തിനും 1ാം സ്ഥാനത്തെത്താനാകൂ. ഇനി 2 മത്സരങ്ങളാണ് ലീഗ് ഘട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിന് ബാക്കിയുള്ളത്. ഈ മാസം 15-ന് പഞ്ചാബ് കിങ്സിനെതിരെയാണ് അടുത്ത മത്സരം. ഇതിനുശേഷം 19-ന് കരുത്തരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയും റോയൽസ് കളിക്കും. രാജസ്ഥാന്റെ 2ാം ഹോം ഗ്രൗണ്ടായ ഗുവാഹത്തിയിലാണ് ഈ 2 കളികളും നടക്കുക. ഈ സീസണിൽ ഇതിനു മുൻപ് ഈ 2 ടീമുകൾക്കെതിരെയും കളിച്ചപ്പോൾ വിജയം നേടാൻ റോയൽസിന് കഴിഞ്ഞിരുന്നു. 3 കളികളിൽ തുടർച്ചയായി പരാജയപ്പെട്ടെങ്കിലും ടീം ഇപ്പോഴും 2ാം സ്ഥാനത്തുണ്ട്. 12 കളികളിൽ 8 എണ്ണത്തിൽ വിജയിച്ച അവർക്ക് 16 പോയിന്റുകളാണുള്ളത്. ശേഷിക്കുന്ന 2 കളികളിൽ 1-ൽ വിജയിച്ചാൽ ടീമിന്റെ പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാകും. ഇനിയുള്ള 2 കളികളിലും വിജയിച്ച ആദ്യ 2 ടീമുകളിൽ ഒന്നായി പ്ലേ ഓഫിൽ എത്താനാകും റോയൽസിന്റെ ഇനിയുള്ള ശ്രമം.